പ്രൈസ് ലോർഡ്. മൂന്നാമത്തെ സഭാകാലത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പോൾ അല്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സഭയിലേക്ക് വിളിച്ചു പറയുന്ന ദൂതാണ് മൂന്നാമത്തെ സഭാകാലത്തിലേക്ക്, അതായത് കത്തോലിക്കയുടെ ഉപദേശം, ഒന്നാമത്തെ എഫെസസ് സഭയുടെ ദൈവസഭയുടെ ഉപദേശത്തെ തെറ്റിച്ച് കളഞ്ഞിട്ട് പിശാച് വിളിച്ചു കൂട്ടി ഒരു പ്രത്യേക സഭ തുടങ്ങി. അവിടെയും പുതിയ നിയമസഭയുടെ വിശ്വാസികൾ ഉണ്ടാകും. അവരുടെ ഇടയിലേക്കാണ് മാർട്ടിൻ എന്ന വ്യക്തിയെ കർത്താവ് അയക്കുന്നത്. ആ സഭയിലെ ദൂത് സഭയിൽ വിഗ്രഹങ്ങളെയും ബിലയാമിൻ്റെ ഉപദേശവും നിക്കോലിയവരുടെ ഉപദേശവും വിട്ട് മാനസാന്തരപ്പെടുക, അപ്പോൾ ദൈവിക വെളിപ്പാടും പുതിയ നാമവും ലഭിക്കും. ഓക്കെ. അപ്പോൾ ഈ സഭ നിക്ക കൗൺസിലിൻ്റെ കാലത്താണ് സഭ രണ്ടായി പിരിഞ്ഞത്. അത് ഒന്ന് തികച്ചും പൈശാചിക സഭയാണ്, മറ്റൊന്നോ ദൈവസഭയും. പിന്നത്തേതിൽ അവർ അതിനെ നിക്ക കൗൺസിൽ, നിക്കോലേവ്യരുടെ ഉപദേശം എന്നതിനെ പിന്നത്തേൽ ഈ സഭാകാലത്താണ് AD 312 മുതൽ 666 വരെയുള്ള കാലത്താണ് അതിനെ നിഖ്യ സുനകദോസ് എന്നാക്കി തീർത്തു. സുനകദോസ് വിളിച്ചു കൂട്ടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇന്നും. പിന്നെ നിക്ക കൗൺസിൽ വരെ ആക്കിയിട്ടുണ്ട് ഇപ്പോഴും. ഇവരുടെ പോഷക സഭകളുടെയും സകല കാര്യങ്ങളും വചനവിരുദ്ധമായ കൂടിയാലോചനകളെല്ലാം നടത്തുന്നത് ഈ നിക്ക സുനകദോസ് വഴിയാണ്. സഭ രണ്ടായി പിരിഞ്ഞതിനെ തുടർന്ന് ദൈവം ബാക്കിയുള്ള ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദന്മാരെ ഭൂമിയിലെങ്ങുമായി ചിതറിച്ചു കളഞ്ഞു. അതോടെ ദൈവസഭയിൽ ജീവനില്ലാതെയായി. തുടർന്ന്, അതായത് കർത്താവ് യേശുക്രിസ്തു നാമത്തിലെ സ്നാനം അന്ന് യഹൂദന്മാർ ചെയ്തിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:39 വായിച്ചു നോക്കുക. 38 ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ഈ വാഗ്ദത്തം 39, അപ്പോസ്തലപ്രവൃത്തി 2:39, ഈ വാഗ്ദത്തം, അതായത് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുവാനുള്ള വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, അതായത് യഹൂദന്മാർ, അവിടെ കൂടിയിരുന്ന യഹൂദന്മാരുടെ തലമുറകൾക്കും, പിന്നെ നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ, അത് ജാതികളായ ലോകത്തിന്റെ ഭാഗത്തിൽ നമ്മൾക്കും ഇന്നും ബൈബിൾ വാക്ക് ഒരിക്കൽ എന്നത് മാറിയിട്ടില്ല. പിശാച് മാറ്റിക്കളഞ്ഞതാണ്. നിങ്ങൾക്ക് സഭയോടാണ് കമ്പമെങ്കിൽ അവിടെ ഇരുന്നുള്ളൂ. ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട. ഇതെല്ലാം കേട്ട് ജനമെല്ലാം ഇളകി വരുമെന്ന് പേടിക്കണ്ട. ഇവിടെ കർത്താവ് യേശുക്രിസ്തു എന്ന നാമം വഴിയാണ് വിളിക്കുന്നത്. ആരും വരില്ല. ഈ നാമം വെറുപ്പാണ്. ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ ഹൃദയത്തിലിരിക്കുന്ന ഭൂതത്തിന് വെറുപ്പാണ്. ആ ഭൂതം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കില്ല. പക്ഷെ പുറത്തേക്ക് വരുന്നവരുണ്ട്. അതുകൊണ്ടാണ് വിളിക്കപ്പെട്ടവർ അനേകർ. നിങ്ങളെല്ലാം വിളിക്കപ്പെട്ടവരാ. പക്ഷെ തിരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കളപ്പുരശായിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് തേജസ്കരിക്കപ്പെടുന്നതോ അതിലേറെ ചുരുക്കം. ഇവിടെ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അത് വെളിപ്പാട് പുസ്തകം 3:8 ഞാൻ പറയുന്നുണ്ട്. പെന്തക്കോസ്ത് സഭാകാലം ആയപ്പോൾ തുറന്നു വെച്ചിട്ട് പുറത്തേക്ക് വന്ന് ഞങ്ങൾ ഇപ്പം നാമം വഴിയെ പുറത്തേക്ക് വിളിക്കുകയാണ്. അപ്പം വാതിൽ ഇടുക്കമുള്ളത് കണ്ടോ? ഇത് എല്ലാവർക്കും വരാൻ പറ്റില്ല. ഇടുക്കമുള്ളതാ. ഇനി ഇതിനകത്ത് വന്നാൽ ഉപദേശം ആദ്യം കഠിനമാണ്. വഴി, അതാണ് വഴി, ഉപദേശം ഞെരുക്കമുള്ളത്. അവസാനം ക്രിസ്തുവിനെ വിശ്വാസത്തിൽ മരണപര്യന്തം അല്ലെങ്കിൽ ജീവപര്യന്തം വിശ്വസ്തയോടെ നിൽക്കുന്നവർ ചുരുക്കം. വാതിലിടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത് കണ്ടെത്തുന്നവർ, കർത്താവിൻ്റെ വരവിൽ കർത്താവിന് മുഖാമുഖം കണ്ടെത്തി പോകുന്നവർ ചുരുക്കമാ. നിങ്ങളതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. എനിക്കിത് പറഞ്ഞേ പറ്റൂ. കർത്താവ് എന്നെ അതിലേക്ക് നിയമിച്ചിരിക്കുന്നു. ഞാൻ ഇന്നിപ്പോൾ സഹോദരിമാർ വന്നപ്പോൾ എൻ്റെ ട്രാക്ട് കൊടുത്തേച്ചില്ല. 60,000 ട്രാക്ട് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ അടിച്ച ട്രാക്ട് സഭകളിലേക്ക് കൊടുക്കാനാണ്. കർത്താവ് വിത്ത് വിതച്ച് മൂടുപടം ഇടാതെ മൂടുപടം ഇട്ടുകൊണ്ടൊരു കറുത്ത മനുഷ്യൻ വിതച്ചു പിശാച്. അവൻ 2 സന്തതികൾ ഇന്ന് സഭകൾക്കുള്ളിലിരിക്കുകയാണ്. കൊയ്ത്തോളം നടന്നിരിക്കുകയാണ്. അതിന്ന് ഗോതമ്പിന് നിങ്ങൾ ഒറിജിനൽ സീഡ് ആണെങ്കിൽ അപ്പോസ്തലന്റെ വിശ്വാസപ്രകാരം യേശുനാമ സഭയിൽ പോയിരുന്ന കാര്യമൊന്നുമില്ല. അവർ പഠിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ തെറ്റാണ്. അത് ഞങ്ങൾ വേണമെങ്കിൽ അയച്ചു തരാം. വന്നാൽ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. ആവശ്യമുള്ളവർ വന്നാൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് തെറ്റ് പഠിപ്പിക്കുന്നു നിങ്ങൾ തോന്നുന്നു. ഹൃദയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ ആ യേശുനാമ സഭ അതൊരു സംഘടനാ സഭയാണ്. അതെല്ലാം എക്യൂമിനിക്കൽ കൗൺസിൽ കൂട്ടിക്കെട്ടി കഴിഞ്ഞു. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ യേശുനാമ സഭ ഉൾപ്പെടെ കളകളായി കൂട്ടിക്കെട്ടി അതിനിടയിൽ ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശരീരം ശുശ്രൂഷിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം അനാചാരങ്ങൾ വന്ന സമയത്ത് സഭ രണ്ടായി പിരിഞ്ഞ് പിന്നെ കർത്താവ് ഭൂമിയിലെങ്ങുമായി യഹൂദന്മാരെ ചിതറിച്ചു കളഞ്ഞു. അതോടെ ദൈവസഭയിൽ ജീവനില്ലാതെയായി. തുടർന്ന് ശലോമോൻ രാജാവിൻ്റെ ഭരണകാലത്ത് ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ് സാത്താന്യ ഉപദേശത്താൽ സഭയിൽ മലിന വിഗ്രഹങ്ങളെയും മധ്യസ്ഥരെയും, ശലോമോൻ രാജാവിൻ്റെ ഭരണകാലത്ത് തെറ്റാണ്, ഓക്കെ, മലിന വിഗ്രഹങ്ങളെയും മധ്യസ്ഥരെയും കൊണ്ടുവന്നു. അങ്ങനെ തികച്ചും വചനവിരുദ്ധമായ ഈ സാത്താന്യ സഭ ദൈവസഭയെ വീണ്ടും ചിതറിച്ചു. അപ്പോൾ അംഗങ്ങൾ കുറഞ്ഞു. യഹൂദന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചിതറിച്ച് കളഞ്ഞപ്പോൾ വളരെ ചെറിയൊരു കൂട്ടരെ അവിടെ ഇവിടെ ആരാധിച്ചപ്പോൾ ഈ പിശാചിന്റെ സഭ, ഇന്ന് നമ്മൾ യേശുക്രിസ്തു നാമത്തിലാണ് സ്നാനം എന്ന് പറയുമ്പോൾ അവർ നമ്മൾ ഓട്ടിച്ചു വിടുന്നത് പോലെ ഈ ശരിയായ സഭക്കാരെ അന്ന് അവരെ ഉപദ്രവിച്ചു. അങ്ങനെ തികച്ചും വചനവിരുദ്ധമായ ഈ സാത്താന്യ സഭ ഒടുവിൽ ലോകത്ത് എല്ലായിടവും പോയി സുവിശേഷം അറിയിച്ചു. അവർ പോയി ശരിയായ സുവിശേഷം അറിയിച്ചതിന് ശേഷം ഈ തെറ്റായ സുവിശേഷവും മറിയയും പുണ്യാളന്മാരെയും കൊണ്ടുവന്ന് ഈ യേശുക്രിസ്തു നാമത്തിൽ അല്ലാത്ത സ്നാനവും പഠിപ്പിച്ചത് ഈ കാലത്താണ് ശക്തിപ്പെടുന്നത്.
അറിയിച്ച് അത് കേട്ട് വിശ്വസിച്ച് വരുന്നവരെ പുതിയ നിയമസഭയുടെ അപ്പോസ്തലപ്രവൃത്തി 2:38 പ്രകാരമുള്ള കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനം എന്ന വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ് നാമത്തിന് പകരം നാമമല്ലാത്ത 3 വാക്കുകളെ യേശുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ് ഇന്നുവരെയും ചതിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു. നോക്കൂ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും പിതാവില്ലെന്ന. ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്, അത് തന്നെയാണ് യേശു ക്രിസ്തു. നീ ക്രിസ്തു. ആ പരിശുദ്ധാത്മാവിന്റെ ഉപദേശമാണ് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യുവനെന്നും, പിന്നെയോ സ്നാനം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ, ക്രൂശിലെ യാഗം, കാൽവരിയിലെ യാഗം, ഞാൻ നേരത്തെ പറഞ്ഞു, ഏദൻ തോട്ടത്തിലെ യാഗം, രക്തം ചീന്തിയ യാഗം സ്വീകരിച്ചു, രക്തം ചീന്താത്ത യാഗം സ്വീകരിച്ചില്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് സ്ഥാനപ്പെട്ട രക്തം ചീന്തില്ല, രക്തം ചീന്തിയത് കർത്താവായ യേശു ക്രിസ്തു. ആ യാഗം മാത്രമേ സ്വീകരിക്കുള്ളൂ, അതിലൂടെ മാത്രമേ പാപമോചനമുള്ളൂ, അതിലൂടെ മാത്രമേ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പുനരുദ്ധാനത്തിൽ പോകാൻ കഴിയുള്ളൂ. ഓക്കെ, ഇവിടെ സ്നാനത്തിന് സാത്താൻ പറയുന്നൊരു ഉപദേശം കാര്യം യഥാർത്ഥമാണ്. പക്ഷെ സ്നാനത്തെ നിഷേധിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് സ്നാനം എന്ന വിഷയത്തോട് ബന്ധിച്ച് നോക്കുമ്പോൾ ദുരുപദേശം. പത്രോസ് ഒരു മനുഷ്യനാണ്, എഴുത്തും വായനയും അറിയാത്തവനാണ്, അവൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു മീൻപിടുത്തക്കാരനാണ്. നമുക്ക് വേണ്ടത്, നോക്കൂ, യേശു ക്രിസ്തുവിന്റെ വാക്കാനാണ് വില കൊടുക്കാൻ. നിനക്ക് അനുഗ്രഹവും നിത്യജീവനും ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെയാണ് കേൾക്കേണ്ടത്. നോക്കൂ, യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന് ചെവി കൊടുക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പത്രോസ് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം വേണ്ട, യേശു പറഞ്ഞ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന നാമം അല്ലാത്ത എന്താ പറയില്ല എന്ന സ്നാനം മതി. യേശു മത്തായി 28:19 പറഞ്ഞ ശേഷം 20ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞു, അത് ഭൂമിയിലെ ഒരു വള്ളിക്കാരനും എടുക്കില്ല. തൊട്ട് 19 മത്തായി 28:19 കൽപ്പന. ഈ കൽപ്പന ഉപദേശിക്കാനുള്ളത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം, അതായത് സ്നാനം ചെയ്യുവാൻ തക്കവണ്ണം ഉപദേശിച്ചിട്ട് വേണം സകലരെയും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കാൻ. ഈ യേശു വിളിച്ച ഈ അപ്പോസ്തലന്മാർക്കൊന്നും അല്ലെങ്കിൽ ഈ ശിഷ്യന്മാർക്കൊന്നും ഉപദേശിക്കാൻ അറിയില്ല, അത്ര വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പാണ്ഡിത്യമില്ല. അതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നതിന് ശേഷം വീണ്ടും പറഞ്ഞ ലൂക്കോസ് 24:49 വായിച്ചു നോക്കുക, നിങ്ങൾ ശക്തി ധരിക്കോളം നഗരത്തിൽ പാർപ്പിൻ, യെരുശലേമിൽ പാർന്ന് ശക്തി ധരിച്ച ശേഷം യെരുശലേമിൽ, യഹൂദിയയിലും ശമര്യയിലും ചുറ്റുമുള്ള പട്ടണ പ്രദേശങ്ങളിൽ ലോകത്തിന്റെ അറ്റത്തോളം പോകും. എന്തുകൊണ്ട്? യോഹന്നാൻ 14:26 യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോഴോ ഞാൻ പറഞ്ഞതിനെ, കൽപ്പന, ഇതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. പിതാവിന്റെ നാമം എന്താണെന്നും പുത്രന്റെ നാമം എന്താണെന്നും പരിശുദ്ധാത്മാവിന്റെ നാമം എന്താണെന്നും ഓർമ്മപ്പെടുത്തി ഉപദേശിക്കുകയും ആ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനാണ് ക്രിസ്തുവിനുള്ളവൻ, ബാക്കിയെല്ലാം എതിർ ക്രിസ്തുവിനുള്ളവനാണ്. നോക്കൂ, അപ്പം സാത്താന്റെ ഉദ്ദേശം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സ്ഥാനത്ത് വന്ന ദൈവമായ കർത്താവായ യേശുക്രിസ്തു എന്ന ഏക നാമത്തെ എങ്ങനെയെങ്കിലും ചെയ്യിക്കാതാക്കുക എന്നതാണ് അവന്റെ ഉദ്ദേശം. അല്ലാതെ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യേണ്ടത് അവൻ പറയേണ്ട ഉദ്ദേശം എന്താണ്? പാപം മോചിക്കരുത്, യേശുക്രിസ്തു ബന്ധം വയ്ക്കരുത്. അവൻ ആരാധിച്ചിരുന്നതാണ് ദൈവത്തെ, അവനെ വെട്ടി വീഴ്ത്തിയിട്ട് അവന്റെ സ്ഥാനത്ത് നമ്മളെ കർത്താവിനെ ആരാധിക്കാൻ തന്നിരിക്കുന്നത് തന്നെ അവന് കണ്ട ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൻ വന്ന് സകലരെയും തെറ്റിക്കുന്നത്. ഇത് ഒരു മനുഷ്യന് അറിഞ്ഞും കൂടാ. ഓക്കെ, നോക്കൂ, യേശു പറഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും, ഇത് മൂന്നെന്നാണ് പഠിപ്പിക്കുന്നത്. എങ്കിൽ ഇത് 3 വ്യക്തികളായിരുന്നെങ്കിൽ യേശുവിനെ ഗ്രാമർ പഠിപ്പിക്കേണ്ട. യേശു എന്ന് പറയും, നാമങ്ങളിൽ ബഹുവചനം, സ്നാനപ്പെടുവിൻ എന്ന് പറയുമായിരുന്നു. അപ്പം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ടും യേശു എങ്ങനെ സ്നാനപ്പെടാൻ പറഞ്ഞു? നാമത്തിൽ, സിംഗുലർ, ഒരു നാമത്തിൽ. ആ നാമം കർത്താവ്, പിതാവിന്റെ നാമം കർത്താവ്, പുത്രന്റെ നാമം യേശു, പരിശുദ്ധന്റെ നാമം ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു. ആ നാമത്തിലാണ് സ്നാനപ്പെട്ടിരിക്കുന്നത്. അല്ലാതുള്ള സ്നാനമൊന്നും രക്തം ചിന്തി യാഗമല്ല. നിങ്ങൾ ക്രൂശിന്റെ വചനത്തിൽ ശത്രുക്കളും ഇടർച്ചയുണ്ടാക്കുന്നവരും അറയ്ക്കപ്പെട്ടവരും നിന്ദിക്കപ്പെട്ടവരുമാണ്. ക്രൂശിലെ യാഗത്തെ എങ്ങനെ നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് ആ നാമം ദൈവം സ്വർഗം നമുക്ക് നൽകിയപ്പോൾ ആ നാമം വേണ്ടെന്ന് പറയുക, ആ പുരോഹിതനെ വിട്ടുകളാ, അവരെല്ലാം മരണത്തിനാ. ദൈവം കത്തിക്കാൻ വെച്ചിരിക്കുന്നതിൽ അവരെല്ലാം പ്രിയപ്പെടുന്നത്. ഇതിനിടയിൽ നിന്ന് കർത്താവ് പ്രത്യാശ വെച്ചിരിക്കുന്ന നാട്ടിലേക്ക് പോകണമെങ്കിൽ ഒറ്റ നാമം, ഒരു വഴിയേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു നാമം. ഓക്കെ, അന്ന് ലോകത്തൊരിടത്തും ആർക്കും ബൈബിൾ ഇല്ലായിരുന്നു. ഇപ്പൊ കത്തോലിക്ക സഭ നിലവിൽ വന്ന് ലോകത്താകമാനം പോയി സുവിശേഷമൊക്കെ അറിയിക്കുന്ന സമയത്ത് ലോകത്താർക്കും ബൈബിൾ ഇല്ലായിരുന്നു. അതിനാൽ ഈ കൂട്ടർ പറയുന്നത് മുഴുവൻ ജനം വിശ്വസിച്ചു. ഇങ്ങനെ എതിർ ക്രിസ്തു സഭയുടെ ഭരണം ഏറ്റെടുത്തതോടെ തികച്ചും അന്ധകാര യുഗമായി. ഇക്കാലത്ത് മരിച്ചുപോയവർക്ക് വേണ്ടിയും മരിച്ചവരോടും വചനവിരുദ്ധമായി പ്രാർത്ഥിച്ചു തുടങ്ങി. മരിച്ചവരുടെ പ്രാർത്ഥനയൊക്കെ ആ സമയത്ത് തുടങ്ങിയത്. വചനം എന്ന് പറയുന്നു നോക്കാം, സഭാപ്രസംഗി 9:5.
ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അപ്പോൾ മരിച്ചു പോയവരടുത്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല, അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴിൽ നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഒരു ഓഹരിയുമില്ല. സൂര്യന് കീഴിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരെ മധ്യസ്ഥ വഹിക്കാൻ പറഞ്ഞാൽ അവർക്കൊരു ഓഹരിയില്ല, അവർക്ക് പറ്റുകയില്ല. ഓഹരിയുമില്ല. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ല. അപ്പോൾ പറയും, നോഹയുടെ കാലത്ത് കർത്താവ് അനുസരണം കേട്ടിട്ട് സുവിശേഷം അറിയിച്ചതോ, അത് ആ സമയത്ത് കർത്താവയുടെ ആത്മക്കണ്ണ് തുറന്നു കൊടുക്കുകയും അല്ലെങ്കിൽ അത് കേൾക്കുവാനും ഗ്രഹിക്കാനും തുറന്നു കൊടുക്കുകയും അവർ പോവുകയും ചെയ്യുകയാണ്. അവർക്കവിടെ പീഡനം. പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും ബദ്ധന്മാരെ വിടുവിക്കാനും യേശു വന്നത് ഭൂമിക്ക് മുകളിൽ രണ്ട് ശുശ്രൂഷ, പല ശുശ്രൂഷ, പ്രധാനമായും രണ്ട് ശുശ്രൂഷ. കുരുടർക്ക് കാഴ്ചയും, ഭർത്തിമായി കുരുടന് കാഴ്ച കൊടുക്കാനല്ല. ഇന്നത്തെ ബൈബിൾ പണ്ഡിതന്മാർ ആത്മീക കാഴ്ചപ്പാടില്ലാതിരിക്കുന്നത് പോലെ യേശുവിൻ്റെ കാലത്ത് ആത്മീക അന്ധന്മാരായിരുന്ന പുരോഹിത വർഗത്തിന് കാഴ്ച കൊടുക്കാൻ യേശു വന്നത്. അത് യെശയ്യാ പ്രവാചകൻ വായിച്ചിട്ട് പുസ്തകം മടക്കി തിരിച്ചു കൊടുത്തു. ഇനി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞു, ഞാൻ തന്നെ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അവർക്ക് മനസ്സിലായില്ല. അതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു പത്രോസിലൂടെ സംസാരിച്ചിരിക്കുന്നു. ഇനി പത്രോസിനെ കേൾക്കാൻ യേശു പറഞ്ഞിട്ട് പോയിരിക്കുന്നു. ഇന്നത്തെ ആത്മീക അന്ധരായ ഈ പുരോഹിതവർഗവും വിശ്വാസികളും പത്രോസ് എന്ന ജഡം നോക്കിയിട്ട് ജഡീക മനുഷ്യർ പറയുന്നു, ഇത് യേശു ക്രിസ്തു അല്ല, ഇത് പരിശുദ്ധാത്മാവല്ല, ഇത് പത്രോസ് പറഞ്ഞതാ. ആത്മക്കണ്ണ് അടഞ്ഞുപോയി. കുരുടർക്ക് കാഴ്ച കൊടുക്കാനാണ് കർത്താവ് ഇന്ന് എന്നെ പോലുള്ളവരെ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങളത് വിശ്വസിക്കുന്നത് നിങ്ങളെയും കർത്താവ് ഉപയോഗിക്കും. അപ്പോൾ ഭൂമിക്ക് മുകളിൽ രണ്ട് ശുശ്രൂഷയും ഭൂമിക്കടിയിൽ രണ്ട് ശുശ്രൂഷയും ചെയ്യാനാണ് കർത്താവ് വന്നത്. വേറെ ഉണ്ട്. ഭൂമിക്കടിയിൽ ബദ്ധന്മാരെ, പരദീസയിലുള്ളവരെ കൊണ്ടുപോയി ബദ്ധന്മാർ കർത്താവിൻ്റെ വചന നിമിത്തം സഹിഷ്ണുതയോടെ വിശ്വസിച്ച് ജീവിച്ച് മരിച്ചുപോയവർ പരദീസയിൽ നിന്ന് അവർ ബദ്ധന്മാരായിരുന്നു, ബന്ധപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി അവരെ കൊണ്ടുപോയി. പിന്നെ പീഡിതന്മാർ, അനുസരണം കെട്ടവർ, പിശാച് പീഡിപ്പിച്ചിട്ടിരുന്നു, അവരെ അടുത്തും ചെന്ന് സുവിശേഷം അറിയിച്ചു. ഓക്കെ, അതിൻ്റെ വലിയൊരു ശുശ്രൂഷ ഞാൻ ചെയ്ത് വചനം സംസാരിച്ചിട്ടുണ്ട്, താല്പര്യമുള്ള വരിക. അടുത്ത് യെശയ്യാ പ്രവാചകന്റെ 8:19 പറയുന്നത്, വെളിച്ചപ്പാടന്മാരോട് ചെലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ അപേക്ഷിക്കുന്നത്. ആ കാലത്ത് വന്ന ദുരുപദേശമായിരുന്നു. സങ്കീർത്തനം 115:17 പറയുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആ യഹോവയെ സ്തുതിക്കുന്നില്ല. രണ്ടു കൂട്ടർ. ജീവിച്ചിരുന്ന് വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവർ മൗനതയിൽ ഇറങ്ങിയവരാ. ആ കർത്താവിൻ്റെ അതത് കാലത്തിൻ്റെ ദൈവത്തിൻ്റെ വെളിപ്പാട് കേൾക്കാതെ വിശ്വസിക്കാതെ പഴയതിലേക്ക് വിശ്വസിച്ച് പോയവരെല്ലാം മരിച്ചു പോയവരാ. അവർക്ക് രണ്ടാം മരണത്തിൽ കാര്യമുണ്ട്. ഈ മൗനതയിൽ ഇറങ്ങിയവർക്ക് ഒന്നാമത്തെ മരണം കഴിഞ്ഞു, ഇനി രണ്ടാം മരണത്തിൽ കാര്യമില്ല. അപ്പോൾ അങ്ങനെ വിശുദ്ധയായ മറിയ പോലും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഓർമ്മയില്ല, മേലാൽ ഓർമ്മയില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ദൈവത്തോട് അപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എത്ര മണ്ടത്തരമാണ്. പിശാച് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതാ. ഓക്കെ, ഈ വക സാത്താന്യ ആരാധനകളെയും ദുരുപദേശത്തെയും മലിന വിഗ്രഹങ്ങളെയും എതിർത്തവരെ സഭ നൂറ്റാണ്ടുകളോളം ആഹാരവും വെള്ളവും ജീവിത സാഹചര്യവും നൽകാതെ അടിമകളാക്കി. സാത്താൻ്റെ പുരോഹിതന്മാർ ജനത്തെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. ആ കാലത്ത് വലിയ വലിയ തിയേറ്ററുകളിൽ മൃഗങ്ങളെ കാഴ്ചകളോളം പട്ടിണിക്കിട്ടിട്ട് ഈ മനുഷ്യരെ, യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുന്ന ജനത്തെ അവിടേക്ക് തുറന്നു വിട്ടിട്ട് ഈ മൃഗങ്ങളെ തുറന്നു വിടും. അവർ വന്ന് തന്നെ കടിച്ചു കീറി കൊന്നുകളയും. നോക്കൂ, അപ്പോൾ അവർ ഗർഭിണികളുടെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുക്കും. ഇങ്ങനെ ഒരുപാട് മൃഗീയമായ പീഡന യേശുക്രിസ്തു നാമത്തിൽ, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല എന്നൊരു നന്മ നിനക്കുണ്ട് എന്ന് പറഞ്ഞത്. അന്നും ഇന്നും നിങ്ങളും സഭയിലായിരിക്കുമ്പോൾ ഈ നാമത്തെ മുറുകെ പറ്റിയിരിക്കുന്നുവെങ്കിൽ നാമത്തിൽ നിൽക്കാതെ എതിർ ക്രിസ്തുക്കളുടെ ഉപദേശത്തിൽ അനേകം തെറ്റുകളാണ്. പെന്തക്കോസ്ത് സഭകളും എല്ലാ സഭകളും പഠിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ തെറ്റുണ്ട്. ശരിയാത് കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ വന്നാൽ അവർക്ക് അയച്ചു തരാം. ഓക്കെ, അക്കാലത്താണ് കർത്താവ് മാർട്ടിൻ എന്നൊരു വ്യക്തിയെ അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ദൂതന്, ദൈവത്തിൻ്റെ ഏഞ്ചൽ അദ്ദേഹത്തിലേക്ക് അയച്ചിട്ട് സഭാകാലത്തിലും റോമർ 5:1 വെളിപ്പെടുത്തിക്കൊണ്ട് നീതീകരണത്തിലൂടെ കുറച്ച് വ്യക്തികളെ പുറത്തേക്കെടുത്തു. നോക്കൂ, ഈ പുതിയ സന്ദേശം കേട്ടപ്പോൾ അവിടെ ഒരു യുദ്ധം ഉണ്ടായി. യുദ്ധം കേട്ട് വിശ്വസിച്ചവർ പുറത്തേക്ക് വന്നു, ബാക്കിയുള്ളവർ അവിടെ തന്നെ തുറന്നു. മാർട്ടിൻ്റെ കാലശേഷവും ഇതേ വിശ്വാസത്തിൽ മരണപര്യന്തം വിശ്വസിക്കുന്നവർ ആ കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടി. ഇനി മാർട്ടിൻ പോയാലോ നയിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പഴയതിലേക്ക് തന്നെ പോയവരുണ്ട്, അവർ മരിച്ചു പോയവരാണ്. ഇങ്ങനെ തിരിച്ചു പോയവരും വിശ്വസിക്കാത്തവരും അക്കാലത്തിൻ്റെ കളകളാണ്. ഇങ്ങനെ ഓരോ കാലത്തും വലിയ കൂട്ടം ജനം കാലാകാലമായി അവിടെ തന്നെ തുടർന്നു. ഇതിൽ ഒരു കൂട്ടരാണ് പിന്നത്തേൽ സംഘടനയായി മാറിയ മാർത്തോമ. അപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് മാർട്ടിൻ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നവരാണ്
മാർത്തോമാ സഭയുടെ വിശ്വാസം, കത്തോലിക്കയുടെ ഏകദേശം വിശ്വാസങ്ങളൊക്കെ അവിശ്വാസങ്ങൾ വിട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്നവർ. അടുത്ത ചെറിയൊരു വീഡിയോ ഉണ്ട്.